അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ നിർവഹിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായ ദിക്റുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. രാവിലെ പള്ളിയിൽ പ്രവേശിച്ച ശേഷം സുബൈ നമസ്കരിച്ച് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി ഇത്തരം ദുആകൾ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈ നമസ്കാര ശേഷം പള്ളിയിൽ തന്നെ ഇരുന്ന് ഇപ്രകാരം ദുആകളും ദിക്റുകളും നിർവഹിക്കുകയും സൂര്യൻ ഉദിച്ചതിനു ശേഷം മാത്രം പുറത്തേക്ക് വരികയുമാണ് ഉണ്ടായിരുന്നത് എന്ന് ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലാണ് നമസ്കരിച്ചത് എങ്കിൽ ആ നമസ്കാര സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഇത്തരം ദുആകളും പ്രാർത്ഥനകളും ദിക്റുകളും നിർവഹിക്കുകയാണെങ്കിൽ അതേ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് നമ്മൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച ശേഷം പള്ളിയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനകളുടെ വ്യത്യസ്തങ്ങളായ ചില രീതികൾ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഇറങ്ങണം തുടങ്ങി കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന 2-3 രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാം. ഒന്ന് ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 772 ഹദീസാണ്. പള്ളിയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ ഫളിക, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അതാണ് ബിസ്മില്ല. പിന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്താണ്. അതിനുശേഷം പ്രാർത്ഥനയാണ് അല്ലാഹു മഫ്തഹ്ലി അബ്വാബ ഫളിക, അള്ളാഹുവെ നിൻ്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. നേരം പുലർന്ന് ഇനി നമ്മുടെ ജോലികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്കുമൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് മേഖലയിലും നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഫളിലാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. റബ്ബിൻ്റെ ഫളിലും റഹ്മത്തും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാധിക്കുമായിരുന്നു, നിങ്ങൾ ഇങ്ങനെയാകുമായിരുന്നു, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് സംഭവിക്കുമായിരുന്നു, നിങ്ങൾ ഹിദായത്ത് പ്രാപിക്കുമായിരുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കുന്ന പല വചനങ്ങളും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഏത് കാര്യത്തിലും നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഫളിലാണ്. അള്ളാഹുവിൻ്റെ ഫളിലാകട്ടെ അത് വിശാലമാണ്. അപ്പോൾ വിശാലമായി കിടക്കുന്ന ആ അനുഗ്രഹങ്ങളുടെ ഫളിലുകളുടെ എല്ലാ കവാടങ്ങളും റബ്ബെ എനിക്ക് നീ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ പ്രഭാതം ആരംഭിക്കുകയാണ്. അപ്പോൾ സാന്ദർഭികമായ ഒരു നല്ല ദുആയാണ് ഇത്. പള്ളിയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ അല്ലാഹു മഫ്തഹ്ലി അബ്വാബ ഫളിക, അള്ളാഹു നിൻ്റെ ഫളിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. അപ്പോൾ ഇതാണ് പിന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു രീതി. മറ്റൊന്ന് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 314 ഹദീസിൽ കാണാം, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് റബ്ബി ഉഫിർലി ദുനൂബി വഫ്തഹ്ലി അബ്വാബ ഫളിക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മേലിൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. റബ്ബി ഉഫിർലി, എനിക്ക് നീ പുറത്തു തരണമേ. ഒരു വിശ്വാസിക്ക് എപ്പോഴും ആവശ്യമായ കാര്യമാണ് റബ്ബിൻ്റെ മഗ്ഫിറത്ത്. പള്ളിയിൽ ഇരുന്നു കൊണ്ടും ആ ഇരുത്തത്തിന് മുമ്പ് നമസ്കാരത്തിലും എല്ലാം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥനകൾ. ഇനിയും അത് ആവർത്തിക്കുകയാണ്, റബ്ബി ഗുഫിർലി ദുനൂബി, എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണമേ. വഫ്തഹ്ലി അബ്വാബ ഫളിക, നിൻ്റെ ഔദാര്യത്തിൻ്റെ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹുവെ എനിക്ക് നീ തുറന്ന് തരികയും ചെയ്യണമേ. ഇതേപോലെ തന്നെ മൂന്നാമതായി ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസാണ് ഇമാം ഇബ്നു മാജയുടെ 773 ഹദീസ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദിൻ അല്ലാഹുമ്മ അസ്മിനി മിനശ് ശൈത്വാനിർ റജീം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ
ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കാനുള്ള പല കാരണങ്ങളിൽ സുപ്രധാനമായ കാരണം പിശാചാണ്. ആ പിശാചി അവനെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നു, തിന്മയിലേക്ക് നയിക്കുന്നു. തിന്മകൾ അവൻ്റെ മുമ്പിൽ അലങ്കാരമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നന്മകളിൽ നിന്ന് അവനെ തടയുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വസ്വാസുകളും എല്ലാ തരത്തിലുമുള്ള ഫിത്നകളും എല്ലാ തരത്തിലുമുള്ള പ്രയാസങ്ങളും പിശാചിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അസിംനി, അള്ളാഹുവെ എന്നെ നീ സുരക്ഷിതനാക്കണമേ, അള്ളാഹുവെ എന്നെ നീ രക്ഷപ്പെടുത്തണമേ, സംരക്ഷിക്കണമേ, മിന ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട അതല്ലെങ്കിൽ ശാപത്തിന് അർഹനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നും അകൽച്ച സംഭവിച്ചിട്ടുള്ള പിശാചിൽ നിന്നും, ശൈത്വാനുർ റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവെ എന്നെ നീ സുരക്ഷിതനാക്കണമേ എന്ന ഒരു പ്രാർത്ഥനയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. മുമ്പ് കഴിഞ്ഞ ഹദീസുകളെല്ലാം നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരണമേ എന്നായിരുന്നു. ഈ ഹദീസിലുള്ളത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അള്ളാഹു നിൻ്റെ ഫളിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പോൾ റബ്ബിൻ്റെ ഫളിലും അവൻ്റെ മഗ്ഫിറത്തും ചോദിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി തൻ്റെ ആദ്യത്തെ ഇബാദത്തായ സുബഹി നമസ്കാരവും അതിനുശേഷം ചൊല്ലാനുള്ള ദിക്റുകളും ചൊല്ലിക്കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ ഫളിലാണ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഹലോക രക്ഷക്കും ഇഹലോകത്തെ സന്തോഷത്തിനും സമാധാനത്തിനും അതോടൊപ്പം പരലോക വിജയത്തിനും അനിവാര്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇത്. അത് നമ്മൾ മറക്കാതെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.